നമസ്കാരം. നമ്മൾ ഇന്ന് നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിലെ ഒരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഉണ്ടല്ലോ, അതിലെ പ്രശ്നപരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ്. നിങ്ങൾ നൽകിയ ആ പഠന സാമഗ്രികളെ വെച്ച് നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം. ശരിയാണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന തടസ്സങ്ങളെ ആലോചിച്ച് മറികടക്കുന്ന ഒരു പ്രക്രിയയല്ലേ ഡയറക്റ്റഡ് തിങ്കിങ്ങിന്റെ ഒരു ഭാഗം? അതെ. അപ്പോ ഈ ആലോചിച്ച് മറികടക്കൽ, അതിനൊരു പ്രത്യേക രീതിയുണ്ടോ, അതോ വെറുതെ ചിന്തിക്കുന്നതാണോ? അല്ലല്ല, അതിനൊരു ഘടനയുണ്ട്. സാധാരണയായിട്ട് 3 പ്രധാന സ്റ്റെപ്പുകളാണ് നമ്മൾ പറയാറ്. ഒന്ന്, എന്താണ് പ്രശ്നം എന്ന് ശരിക്കും മനസ്സിലാക്കുക. അതാണ് പ്രിപ്പറേഷൻ. തയ്യാറെടുപ്പ്. അതെ. പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ, സാധ്യമായ വഴികൾ കണ്ടെത്തുക. അതാണ് പ്രൊഡക്ഷൻ. മൂന്നാമതായി, കിട്ടിയ പരിഹാരങ്ങളെ വിലയിരുത്തി ഏറ്റവും നല്ലത് ഏതാണെന്ന് തീരുമാനിക്കുക. ഇവാലുവേഷൻ. ഓക്കെ. പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ. ഇതിന്റെ കൂടെ തന്നെ പ്രോബ്ലം സ്പേസ് എന്നൊരു ആശയം കൂടി ഓർത്തുവെക്കണം. പ്രോബ്ലം സ്പേസോ? അതെന്താണ്? അതായത് നമ്മുടെ മനസ്സിൽ ഈ പ്രശ്നത്തിന്റെ ഒരു ചിത്രം പോലെ. എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇനീഷ്യൽ സ്റ്റേറ്റ്, എവിടെ എത്തണം, ഗോൾ സ്റ്റേറ്റ്, അതിനിടയ്ക്ക് എന്തൊക്കെ വഴികളുണ്ട്, ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം ചേർന്ന ഒരു മാനസിക ഇടം. ഓഹോ, അപ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേപോലത്തെ സ്പേസ് ആയിരിക്കില്ലല്ലോ അല്ലേ? ചിലത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ അല്ലേ? കറക്റ്റ്. അതാണ് അടുത്ത പോയിന്റ്. പ്രശ്നങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, വെൽ ഡിഫൈൻഡ് പ്രശ്നങ്ങൾ. അതിന് കൃത്യമായ തുടക്കവും ലക്ഷ്യവും നിയമങ്ങളുമൊക്കെ ഉണ്ടാവും, ഒരു കണക്ക് ചെയ്യുന്നത് പോലെ. മനസ്സിലായി. മറ്റേത് ഇൽ ഡിഫൈൻഡ് പ്രശ്നങ്ങൾ. അവിടെ ഈ തുടക്കവോ ലക്ഷ്യമോ നിയമങ്ങളോ ഒന്നും അത്ര വ്യക്തമാവില്ല. ഉദാഹരണത്തിന്, ഒരു നല്ല കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാലോചിക്കുന്നത് ഒരു ഇൽ ഡിഫൈൻഡ് പ്രശ്നമാണ്. ഇതുകൂടാതെ നിങ്ങളുടെ മെറ്റീരിയൽസിൽ പറയുന്ന പോലെ ഇൻഡ്യൂസിംഗ് സ്ട്രക്ചർ, ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലംസ്, അറേഞ്ച്മെന്റ് പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയുള്ള വേറെ തരംതിരിവുകളുമുണ്ട്. ശരി ശരി. അപ്പോ ഈ പരിഹാരം കാണാനുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ. തയ്യാറെടുപ്പ്, പരിഹാരം കണ്ടെത്തൽ, വിലയിരുത്തൽ. ചിലപ്പോൾ ഉത്തരമിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കത്തില്ലേ, യുറേക്ക എന്നൊക്കെ പറയുന്ന പോലെ? നല്ല ചോദ്യമാണ്. ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച. ഈ സാധാരണ സ്റ്റെപ്പുകൾക്ക് പുറമെ ചില പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിയേറ്റീവായ പരിഹാരം വേണ്ടിവരുമ്പോൾ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവാം. ഇൻക്യുബേഷൻ? അതായത് നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാതെ ഒന്ന് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് പലപ്പോഴും ആ ഇലുമിനേഷൻ, അതായത് ആ ഒരു മിന്നായം പോലെ ഉത്തരം കിട്ടുന്നത്. ആഹാ, ഇതാണല്ലേ എന്ന് തോന്നുന്ന ആ നിമിഷം. ഓക്കെ ഓക്കെ. ഇനി ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ്. നിങ്ങളുടെ മെറ്റീരിയൽസിൽ ആൽഗോറിതം, ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പ്രധാനപ്പെട്ട 2 തന്ത്രങ്ങളാണവ. അൽഗോറിതം എന്ന് പറഞ്ഞാൽ അത് ഘട്ടം ഘട്ടമായുള്ള ഒരു രീതിയാണ്. കൃത്യമായ നിയമങ്ങൾ. ആ നിയമങ്ങൾ അതേപടി പിന്തുടർന്നാൽ ഉത്തരം ഉറപ്പായും കിട്ടും. പക്ഷേ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തെന്നിരിക്കും. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ETARW എന്ന അക്ഷരങ്ങൾ തന്നിട്ട് ശരിയായ വാക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനും എഴുതി നോക്കുന്നത് ഒരു അൽഗോരിതമാണ്. വാട്ടർ എന്ന് കിട്ടും, പക്ഷെ കുറെ എഴുതേണ്ടി വരും. ശരിയാണ്, സമയമൊരു പ്രശ്നം തന്നെ. അപ്പോ ഹ്യൂറിസ്റ്റിക്സ് അതെങ്ങനെ വ്യത്യാസപ്പെടുന്നത്? ഒരുപക്ഷെ എളുപ്പവഴിയാണോ? അതെ, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കുവഴികൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ചില പൊടിക്കൈകൾ, റൂൾസ് ഓഫ് തംബ് എന്നൊക്കെ പറയില്ലേ. നേരത്തെ പറഞ്ഞ ETRWവിൽ WTR ഒക്കെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നൂഹിച്ച് ചില കോമ്പിനേഷനുകൾ മാത്രം നോക്കുന്നത് ഒരു ഹ്യൂറിസ്റ്റിക്കാണ്. അത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ. എളുപ്പമാണ്, വേഗത്തിൽ ഉത്തരം കിട്ടിയേക്കാം. പക്ഷേ ഉത്തരം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ തെറ്റായ വഴിക്ക് പോകാം. മീൻസ് ആൻഡ് അനാലിസിസ്, അതായത് ലക്ഷ്യവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് ബാക്ക്വേർഡ്, ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഹ്യൂറിസ്റ്റിക്സ് ആണല്ലേ? അതെ, ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഹ്യൂറിസ്റ്റിക് തന്ത്രങ്ങളാണ്. ഇനി ചില പ്രശ്നങ്ങളുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി പോകുമല്ലോ. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
പ്രശ്നത്തിന്റെ സങ്കീർണത തന്നെയാവാം. മറ്റൊന്ന് വളരെ രസകരമായ ഒന്നാണ് മെന്റൽ സെറ്റ് അല്ലെങ്കിൽ ഐൻസ്റ്റൈനുങ് എന്ന് പറയും. മെന്റൽ സെറ്റോ? അതായത് ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ മുൻപൊരിക്കൽ നമ്മൾ ഒരു വഴി ഉപയോഗിച്ച് വിജയിച്ചു എന്ന് കരുതുക. പിന്നീട് പുതിയൊരു പ്രശ്നം വരുമ്പോൾ അതിന് ഒരുപക്ഷെ ഇതിലും എളുപ്പമുള്ള വേറെ വഴി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ പഴയ വഴി തന്നെ ഉപയോഗിക്കാൻ നോക്കും. ആ ഒരു ഉറച്ചുപോയ ചിന്താഗതി. ഓഹോ, ലച്ചിൻസിന്റെ ആ വാട്ടർ ജാർ പരീക്ഷണം ഇതിനുദാഹരണമാണോ? അതെ, കൃത്യം. ആ പരീക്ഷണം ഈ മെന്റൽ സെറ്റിനെ നന്നായി കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയല്ലേ ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്സും? ഒരു വസ്തുവിന് അതിന്റെ സാധാരണ ഉപയോഗം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത്. ശരിയാണ്. അതും വലിയൊരു തടസ്സമാണ്. ഡങ്കറുടെ ആ മെഴുകുതിരി പ്രശ്നം ഓർത്താൽ മതി. ആ, തീപ്പെട്ടിക്കൂട് മെഴുകുതിരി വെക്കാനുള്ള ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഓർക്കാത്തത്. അതെ, അതുതന്നെ. ആ തീപ്പെട്ടിക്കൂട് തീപ്പെട്ടി കൊളുത്താൻ മാത്രമുള്ളതാണെന്ന് ചിന്ത. വസ്തുക്കൾക്ക് അവയുടെ സ്ഥിരം ഉപയോഗത്തിനപ്പുറം ഒരു സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാത്ത അവസ്ഥ. ഇതുപോലെ നമ്മൾ പ്രശ്നത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, റെപ്രസെന്റേഷൻ, ആ വിഷയത്തിലുള്ള നമ്മുടെ അറിവ്, ഡൊമൈൻ നോളജ്, വൈദഗ്ധ്യം, എക്സ്പെർട്ടൈസ്, ഇതൊക്കെ പ്രശ്നപരിഹാരത്തെ ബാധിക്കും. രസമെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ അറിവും വൈദഗ്ധ്യവും തന്നെ പുതിയ വഴികൾ കാണുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞെന്നും വരാം. അപ്പോ ശരി, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, ശരിയായ തന്ത്രങ്ങൾ, അതായത് അൽഗോരിതമോ ഹ്യൂറിസ്റ്റിക്സോ ഉപയോഗിക്കുക, പിന്നെ ഈ മെന്റൽ സെറ്റ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ് പോലുള്ള ചില മാനസിക തടസ്സങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ഇരിക്കുക എന്നതെല്ലാം ചേർന്നതാണ്. നിങ്ങൾ MS സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് ഇത് പഠിക്കാൻ മാത്രമല്ല നിത്യജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലേ? തീർച്ചയായും. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ്, മെന്റൽ സെറ്റ് പോലുള്ള നമ്മുടെ ചിന്തയിലെ ചില പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ തീരുമാനങ്ങളെ മനസ്സിലാക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന്. എന്തിന് ചില കാര്യങ്ങളിൽ പുതിയ ആശയങ്ങൾ വരാൻ എന്തുകൊണ്ട് താമസമെടുക്കുന്നു, അല്ലെങ്കിൽ ചില സാമൂഹിക ചിന്താഗതികൾ മാറാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ വിശകലനം ചെയ്യാൻ പോലും ഇത് ഉപകാരപ്പെട്ടേക്കാം. ശരിയാണ്. അത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെ നന്ദി. ഈ ചർച്ച നിങ്ങൾക്കേവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.